ബാക്ക് ടു എൻ്റെ പോയിന്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ നാട്ടിലെ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിന് ധനുമാസ തിരുവാതിരയാണ് കൊടിയേറ്റ്, ശിവഭഗവാന്റെ അമ്പലമാണ്. അപ്പോൾ അന്ന് 5ാം ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിന് നമുക്ക് 5ാം ഉത്സവമാണ് പറ സ്റ്റാർട്ട് ചെയ്യുന്നത്, പറ എഴുന്നള്ളത്തെന്ന് പറയും. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെ കാണാനായിട്ട് ഭഗവാൻ വരുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാനും കൊണ്ട് ചേട്ടനുണ്ട്, പിന്നെ അമ്മയുണ്ട് പുറകിൽ, അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉത്സവത്തിന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പറ വരും. അപ്പോൾ ഭഗവാന് പോയിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ വീട്ടിലെ പറ എടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ട്, 5 പിള്ളേരും അങ്ങനെ അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അമ്പലത്തിലേക്കുള്ള ആനയാണെന്ന് തോന്നുന്നു, ഇതിനകത്തുള്ള ആനയാണ്. ആനപ്പുറത്ത് നിൽക്കുന്നേ കണ്ടു. ആനപ്പുറത്തുനിന്ന് സോറി, ആന വണ്ടിയുടെ പുറത്ത് നിൽക്കുന്നേ കണ്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ട്. ഇവിടെ തൊട്ട് നല്ല വൃത്തിയാക്കി ഭഗവാനെ സ്വീകരിക്കാനായിട്ട് എല്ലാം അലങ്കരിച്ച് പാട്ടൊക്കെ ഇട്ട് മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അലങ്കരിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീട്ടുകാരും ഇവിടെ എല്ലായിടവും വൃത്തിയാക്കി, റോഡ് സൈഡ് എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി വെക്കും. എല്ലാം കൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ച് വെക്കും. എല്ലാവരും കണ്ട എല്ലാവരും വീടായി സന്ധ്യ ആകുമ്പോഴത്തേക്ക് ലൈറ്റ് എല്ലാം കത്തിക്കും. ഇപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല അലങ്കരിച്ച് വെക്കും, നല്ല അടിപൊളി. രാത്രി കാണണം, അപ്പോഴാണ് കൂടുതൽ ഭംഗി. നമ്മള് വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. 5ന് വണ്ടി ഞാൻ അവിടെ കിടക്കുന്നു. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പം നമ്മള് വീട്ടിലോട്ട് കയറി പോവാണ്. അപ്പം പറയ്ക്ക് വേണ്ടിയിട്ടുള്ള കളം ഒരുക്കും. നമ്മൾ ചാണകം വെച്ചിട്ട് കളം മെഴുകും. എന്നിട്ട് അരിപ്പൊടി കലക്കിയിട്ട് പച്ചരി അരച്ചിട്ട് നമ്മൾ ഇതുപോലെ കളം വരയ്ക്കും, ഓമൊക്കെ എഴുതും. ഇതിൻ്റെ മുകളിൽ നമ്മളിനി വാഴ വെച്ചിട്ടാണ് പറക്കിടുന്നത്. ഇതാണ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കളം. വാഴയിലൊക്കെ സെറ്റാക്കി വെച്ചേക്കുവാണ്. പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോവാം. വഴിയെല്ലാം നല്ല തൂത്തുവാരി ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ്. നമുക്കിനി വീട്ടിലോട്ടിറങ്ങാം. വാവ്, മുറ്റമൊക്കെ വൃത്തിയാക്കി വെച്ചേക്കുന്നു. എല്ലാവരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന്. ഹലോ എവരിബഡി. ടി വി എന്ന് പറഞ്ഞ ടി വിക്കകത്ത് കയറി അങ്ങ് ഇരിക്കുക. എന്നാ ഉണ്ടടാ? 5 എന്ത് ചെയ്യാം? അവളെ എന്ത് ചെയ്യാമേ? കാശി കുളിപ്പിക്കുന്നു. ശരി. വീഡിയോ ഹായ് പറഞ്ഞേര്. അത് വരുന്നുണ്ട്. പറയടാ അമ്മക്കുട്ടി ഹായ് പറഞ്ഞ വീഡിയോയാ. ഹായ്. ഞങ്ങള് പിള്ളേരെല്ലാം കൂടി ഒന്ന് കറങ്ങാനായിട്ട് വയലിലോട്ടൊക്കെ ഒന്ന് പോയി വെട്ടമൊക്കെ കാണാൻ കൊണ്ട് ഇറങ്ങുവാണ്. അപ്പൊ അമ്മക്കുട്ടിയുണ്ട്, കാശിക്കുട്ടായുണ്ട്. ഹായ് പറ. ആരെയും മുഖം ഒന്നും കാണത്തില്ല. ഹായ്. പാറു ചേച്ചിയുണ്ട്, 5 അമ്മയുണ്ട്. വാ എല്ലാം കൂടെ പോകാം അല്ലേ? പോകാം കാശിക്കുട്ടാ, പോവാം. പോകണോ വേണ്ടയോ പറ. പോണം. ഓക്കെ ശരി. സൈഡിൽ കൂടെ പോ മോനെ, സൈഡിൽ കൂടെ പോ. വൈകുന്നേരത്തെ കാണാൻ നല്ല ഭംഗിയില്ലേ? എവിടെയാണ് ഈ പാട്ടൊക്കെ കേൾക്കുന്നത്? മേളിലാന്ന് തോന്നുന്നു. അപ്പൊ അപ്പച്ച കൈ പിടിക്കാം. ഉണ്ടോ? എവിടാ പോകുന്നേ? മേളിലോ? പ്ലോട്ട് വരുന്നുണ്ടേ. മലയുടെ മേൽവാഴും മയവാഹന ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പുകാൻ പല വഴി താണ്ടി ദുരിതങ്ങൾ തേടി വിടത്തി മോഹങ്ങൾ ചൊല്ലിടാനായി മനസ്സിലെ കോവിലിൽ പൊട്ടിക്കുന്ന മുരുകന് ഹരോഹര ഹര ഹരോഹര പഴനിയിൽ മുരുക കലിയുഗ വരദ മലയുടെ മേൽവാഴും മയവാഹന ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ പൊഴിക്കും പദങ്ങൾ പുകാൻ പഴനിയിൽ
കല്യാണക്കാരെന്ന് പറഞ്ഞു കേട്ടോ. അതിന് മുന്നോടിയായിട്ട് സാധനമൊക്കെ എടുക്കുവാന്ന് തോന്നുന്നു. സാരി എടുക്കാഞ്ഞേ എനിക്കല്ലല്ലോ അടുത്ത സമയമായിട്ടുണ്ട്. എടാ എവിടാ പോന്നേ? കാലത്തിന് എവിടാ പോന്നേ? എവിടാ പോന്നേ? ചക്കാലക്കുന്നല്ല. ഫോണുണ്ടോ കയ്യില്? ഉണ്ടോ? കെട്ടുമുക്കി നിൽക്കുക. അവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുള്ളതാ. എല്ലാ വർഷം അവിടെ അല്ലേ മയിലാട്ടോ അതും ഇതുമൊക്കെ. അനുശേട്ടൻ ഇറങ്ങി വന്നായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു വന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് വന്നത്. ദിനേശേട്ടൻ അവിടെ അങ്ങോട്ടുണ്ട് ഈ ലൊക്കാലിറ്റിയിൽ കണ്ടിട്ട്. ആ അച്ചുക്കുട്ടാ. പേരെന്തുവാ? നമുക്ക് പറയടാ പേരെന്താ ചേച്ചി? ഞങ്ങൾ ഇച്ചേരാ ചേച്ചി വന്നിട്ട് 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു. ആ വാറുന്ന രീതിയാണോ അതല്ലേ? എന്നാ കൈ ചേച്ചി? ആ കണ്ടു കണ്ടു കണ്ടു. ഗായത്രീച്ചി അവിടെ എല്ലാം കണ്ടിരിക്കുവാണ് പറയിടാനുള്ള. വീടെല്ലാം ഫുള്ള് അലങ്കരിച്ച് ഇട്ടേക്കുക. കണ്ടോ? ഇവരിട്ടതാ. മരത്തേലെല്ലാം കൊണ്ട് സെറ്റപ്പ് എടുക്കിയിട്ടുണ്ട്. ഈ വർഷം എന്നാ പറ്റി വിളക്കില്ലാഞ്ഞത്? ആരുമില്ല. മാത്രമേ ഉള്ളൂ. ചെട്ടുമുക്കി എന്തെങ്കിലും ഉണ്ടോ? ചെട്ടുമുക്കി എന്തെങ്കിലും ഉണ്ടോ? ഫജൽസ് ഉണ്ട്. എന്നാ അവരൊക്കെ കൊണ്ടുവച്ച് വരാം. വാ. എടി എന്നതാ അടിപൊളി സിംഹമൊന്നുമില്ല. ആ പ്ലോട്ട് ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം കാണണം അടിപൊളിയെന്ന് കണ്ട. ഇതുമാണ് നമ്മൾ എല്ലാവരും ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ മറ്റേ വിളക്കായിരുന്നു ഒന്നുകൂടെ സൂപ്പറാണ്. തറയൊക്കെ ഇടാൻ വേണ്ടി വെച്ചേക്കുന്നു. ഇവിടുന്ന് കേൾക്കാം പ്ലോട്ടിൻ്റെ പാട്ട്. പ്രത്യേകിച്ച് ഞാൻ സൗണ്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു പ്ലോട്ടേ ഉള്ളൂ. 2 കൂടെ വേണ്ടതായിരുന്നു. അവിടെ നിന്നോട്ട് നീ ഇങ്ങോട്ട് ക്രോസ് ചെയ്തത്. എടി എന്നതാ അടി പെണ്ണേ? വലിയൊരു ഭക്തൻ എനിക്കുണ്ടാകേണ്ടതാണ്. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. നാം നമുക്കൊരു ആശീർവാദം നൽകുകയാണ്. നിന്റെ കാതുകളിൽ ഭക്തർ വന്ന് പറയുന്ന പരാതികളെല്ലാം തന്നെ നിശ്ചയമായും എന്നും
ഞങ്ങൾ പ്ലോട്ടെല്ലാം കണ്ടു. ഇനിയിപ്പോൾ ഇവിടെ ഭജന തുടങ്ങുന്നുണ്ട്. അപ്പം ഭജന ഇച്ചിരി അവിടെ എല്ലാവരും ഒരുക്കുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇനിയിപ്പം മേലോട്ട് പോകുന്നു വിചാരിച്ചു. വെറുതെ നടക്കാം, നല്ല വെട്ടമൊക്കെ ഉണ്ട്, നല്ല രസമല്ലേ. വാ, കം ഓൺ ഗൈസ്. അങ്ങനെ ഞങ്ങൾ താഴെ എല്ലാം പോയി പ്ലോട്ടൊക്കെ കണ്ടു. ഇനി ഭജന തുടങ്ങുമ്പോൾ ഒന്നുകൂടി വേണമെങ്കിൽ പോകാം. നല്ല രസമുണ്ടെങ്കിൽ നടക്കാനായിട്ട് അടിപൊളിയായിരുന്നു. എല്ലാവരും ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ഒരു പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കൂടെ എന്തെങ്കിലും വേണ്ടതായിരുന്നു. ആ സൈഡിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ കച്ചൂട്ട് കൈതാ. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഇറങ്ങിയോണ്ട് ഞങ്ങൾ അധികം സമയം നിൽക്കുന്നില്ല, തിരിച്ച് വീട്ടിലോട്ട് കയറി പോവാണ്. ഈ വീട്ടിൽ ചെന്ന് വെച്ച് പിന്നെ ഇറങ്ങി വരാം നമുക്ക്. നല്ല നമ്മളപ്പോൾ എല്ലാം ഒരുക്കി വെച്ചു, ഇലയൊക്കെ വെച്ചു, പൂ വെച്ചു, വിളക്ക് വെച്ച്, എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇട്ടു. ഇനി ബാക്കി നമ്മൾ ഇച്ചൂടെ കഴിയുമ്പോഴത്തേക്ക് വെക്കത്തുള്ളൂ. പറ വരാറായിട്ടില്ല, ഒരു 10 മണിയൊക്കെ ആവും തോന്നുന്നു വരാനായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി ഗണപതിയൊക്കെ വെച്ച് റെഡിയാക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങോട്ട് പോകുന്നു, ഭജന തുടങ്ങിയിട്ടുണ്ടല്ലോ. ചെട്ടിക്കോട്ട് പോകുന്നോടി ഭക്തിഗാനത്തോ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് വെച്ചു. ഭഗവാൻ വരുന്നുണ്ട്. അപ്പം സമ്പ്രദായം കത്തിച്ച് വെച്ച് എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഭഗവാൻ വന്നാൽ മാത്രം മതി, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. എല്ലാവരും ഇങ്ങനെ വെയിൽ ഭഗവാനെ നോക്കി ഇരിക്കുവാണ്. അപ്പം അപ്പുറത്തെ വീട്ടിൽ, കുറച്ച് മുകളിലത്തെ വീട്ടിൽ അൻപലിയായിരുന്നു. അപ്പോൾ അവിടുത്തെ പടക്കം നമുക്ക് കാണാം, സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. കൊട്ടും കേൾക്കുന്നുണ്ട്, കൊട്ടും ഫ്ലോട്ടിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഭഗവാൻ വരുന്നുണ്ട്. ഇപ്പോൾ 1-2 വീടുകൾ ഭഗവാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇങ്ങോട്ടാണ്. താഴെയൊക്കെ എല്ലാം അലങ്കരിച്ച് ആൾക്കാരെല്ലാം താഴെയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് കണ്ടോ. പടക്കത്തിൻ്റെ സൗണ്ട് കേട്ടോ, പടക്കം ഇടയ്ക്ക് കാണുകയും ചെയ്യാം. വീടുകളിൽ പടക്കം പൊട്ടിക്കുന്ന പോലെ. അപ്പോൾ അതിൻ്റെ അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിൽ അൻപരി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെയാണ് പടക്കം. വാ പല കളറിലുള്ള പടക്കങ്ങളാണ് പൊട്ടുന്നത്. അൻപരിയുള്ളപ്പോൾ ഇതുപോലെ പടക്കവും ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കൊടുക്കും ചില വീടുകളിലൊക്കെ. അപ്പം ഇന്ന് നമുക്കിവിടെ നമ്മുടെ ദൂരെ ആയതുകൊണ്ട് നമുക്ക് പടക്കം കാണുന്നതായിട്ട് കാണാം. കാശിക്കുട്ടനും അനീഷയും ഒക്കെ ഉണ്ട് പടക്കം കാണാൻ വേണ്ടി നിൽക്കുവാണേ. താലപ്പൊലികളും മുത്തുക്കുടകളും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഘോഷയാത്രയോടു കൂടിയാണ് ഭഗവാൻ നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. പുറകിൽ തീവട്ടി ഒക്കെയുണ്ട്. താലപ്പൊലി പറഞ്ഞു, താലപ്പൊലിയുണ്ട്. താലപ്പൊലിക്കാർ മുന്നോട്ട് നടക്കും. ഒത്തിരി താലപ്പൊലിയുണ്ട്. ഈ വർഷം ഒരുപാട് താലപ്പൊലിയുണ്ട്, മേളമുണ്ട്. ആനപ്പുറത്ത് ഭഗവാൻ വന്ന് നിൽക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ആനപ്പുറത്ത് ഭഗവാൻ വന്ന് നിൽക്കുന്നു. ഇഷ്ടംപോലെ പടക്കവും എല്ലാം ഉണ്ട്. നമ്മളെ നോക്കി ഇങ്ങോട്ട് നിൽക്കുവാണേ. ഈ വർഷം ആദ്യമായിട്ട് നമ്മളിവിടെ പഴക്കിലോട്ട് മുന്നോട്ടാണ് നമ്മുടെ ആന വന്നിട്ടുണ്ട്. എല്ലാ വർഷവും താഴെ നിൽക്കാറാണ് പതിവ്. ഈ വർഷം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയും മുന്നോട്ട് കയറി വരുന്നത് ഭഗവാന്. കാട്ടിക്കുട്ടം പറ നിറയ്ക്കുവാണ്.
വലിക്കാതെ അവനെ നടന്നു വന്നിട്ടോളൂ. എടുത്ത് ഇവിടുത്തെ പറയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഇറങ്ങുവാണ്. നമുക്ക് അതിൻ്റെ പുറകെ ഒന്ന് പോയി നോക്കാം. പുറത്ത് പുറകെ കൂടെ ഒത്തിരി കാണാനുണ്ട്.
ಹರಿ ಮುಗಿಲೆತ್ತರ ಹರಿಶಿವನ ಹತ್ತಿರ ಮೆರೆಯುವ ನಂದಿ ನಂದಿ ಢವರುಗ ಮೆಚ್ಚಿಸುವ ಜಗ ಮೆಚ್ಚಿಸುವ ಪರಶಿವ ನಂದಿ ನಂದಿ ನಡೆದರೆ ತೇರು ವೈಭವ ಜೋರು ನಡೆಯೋರು ಯಾರು ಆಟ ನೋಡು ಊರಿಗೆ ದೇವರು ಚಿನ್ನದ ಕಳಶ ಕೃಷ್ಣನ ಕಳನ ಹೋಲುವ ಮನುಷ್ಯ ಸೇನೆಯ ನಿಲ್ಲಿಸೋ ಧೈರ್ಯದ ರಭಸ ದಾರಿಗೆ ಸೋಲುವ ಮಗುವ ಮನಸ ಹರಿ 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 ಮುಗಿಲೆತ್ತರ ಹರಿ ಶಿವನ ಹತ್ತಿರ ಮೆರೆಯುವ ನಂದಿ ನಂದಿ ಢವರುಗ ಮೆಚ್ಚಿಸುವ ಜಗ ಮೆಚ್ಚಿಸುವ ಪರಶಿವ ನಂದಿ ನಂದಿ നിന്നേക്കാൾ വലിയൊരു ഭക്തൻ എനിക്കുണ്ടാവില്ല നന്ദി. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. നാം നിനക്കൊരു ആശീർവാദം നൽകുകയാണ്. നിന്റെ കാതുകളിൽ ഭക്തർ വന്ന് പറയുന്ന പരാതികളെല്ലാം തന്നെ നിശ്ചയമായും എന്നിലെത്തും. അങ്ങനെ ഞങ്ങൾ ഭഗവാനെല്ലാം പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ചോറുണ്ടുവാണ്. അപ്പം അമ്മ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിയൽ, സാമ്പാറും, തോരനും, പപ്പടമൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത ദിവസം വീഡിയോയിൽ കാണാം. അതുവരെ കഴിച്ചതൊക്കെ റെസ്റ്റ് എടുക്കുന്നു. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലുണ്ടോ പറയാനോ? ഊണങ്ങളുണ്ട്, കൊള്ളാവോ? ഉണ്ടോ പറയാനുണ്ടോ? എന്തെങ്കിലും നൈറ്റോ? ഇതേത് ഉടുക്കാക്കുണ്ടിയെ കാണുന്നത്? കറിയൊക്കെ എങ്ങനെയുണ്ടടി? കൊള്ളാവോ? എല്ലാം അറിയാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഐശ്വര്യ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ. ബൈ.